വെൽക്കം ടു സി കെ മല്ലൂസ്. മൈ സ്ട്രേഞ്ച് ഹീറോ എന്ന ഡ്രാമയുടെ 16ാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ലിജോങ്ങും മിഞ്ചിയും പോയി കുറേ സമയം കഴിഞ്ഞപ്പോഴും ബോക്സും സോജിയോങ്ങും അവിടെ തന്നെ ഇരിക്കുകയാണ്. മിൻഹോ എന്നെ ഭീഷണിപ്പെടുത്തി, ഏത് നിമിഷം ജോലി നഷ്ടപ്പെടുമോ എന്ന ഭയത്തിലാണ് ഞാനിപ്പോൾ കഴിയുന്നത് എന്നവൾ പറയുന്നു. അയാളെ തിരിച്ചെടുത്തത് സേഹയുടെ തെറ്റാണ് എന്ന് ബോക്സ് പറഞ്ഞപ്പോൾ സേഹോ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു എന്നവൾ അറിയിക്കുന്നു. അവൻ നേരിട്ട് നിന്നോടത് പറഞ്ഞു എന്ന് ബോക്സ് ചോദിച്ചെങ്കിലും സോജിയോങ് ബാക്കി പറയുകയാണ്. ഞാൻ അവനെ റിജക്റ്റ് ചെയ്തപ്പോൾ നമ്മൾ അതിൻ്റെ പേരിൽ ദുഃഖിക്കേണ്ടി വരും എന്നവൻ എന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നു. അതിന് തൊട്ടടുത്ത ദിവസമാണ് മിൻഹോ മടങ്ങി വന്നത് എന്നവൾ പറയുന്നു. ഞാൻ കാരണം നീ അപകടത്തിലാകും എന്ന് അവൻ എന്നോടും പറഞ്ഞിരുന്നു. അങ്ങനെ നിനക്ക് ശരിക്കും ഒരു ബുദ്ധിമുട്ട് ഞാൻ കാരണം ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ പഠിത്തം മതിയാക്കുമെന്ന് ആലോചിക്കുകയാണ് എന്ന് ബോക്സ് പറഞ്ഞെങ്കിലും ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. 2 തവണ സ്കൂൾ വിട്ടു പോകുന്നത് നല്ലതല്ല എന്നവൾ പറയുന്നു. അവൻ ചിരിച്ചത് കണ്ടപ്പോൾ അവൻ്റെ കയ്യിൽ പിടിച്ച് തോളിലേക്ക് ചാഞ്ഞുകൊണ്ട് ഭാവിയെക്കുറിച്ച് ചിന്തിച്ച് ഇപ്പോഴത്തെ നല്ല സമയം നശിപ്പിച്ച് കളയുന്നത് ശരിയല്ല, അങ്ങനെ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നവൾ പറയുന്നു. എന്ത് വന്നാലും ശരി, നമുക്കതിനെ ഒരുമിച്ച് നേരിടാമെന്ന് ബോക്സും പറയുന്നു. അവിടെ നിന്നിറങ്ങിയപ്പോഴേക്കും രണ്ടുപേരും കൂടി നല്ല ഫോമിലായിരുന്നു. കഴിഞ്ഞ 9 വർഷമായി നഷ്ടപ്പെടുത്തിയ സമയമെല്ലാം തിരിച്ചെടുക്കാൻ വേണ്ടി ഇനി മുതൽ എന്നും ബിസിയാവാൻ റെഡിയായിക്കോളാൻ ബോക്സ് അവളോട് പറയുന്നു. അത്രയും നാൾ നിന്നെ വേദനിപ്പിച്ചതിനെല്ലാം പകരമായി ഞാൻ നിന്നെ സംരക്ഷിച്ചോളാം എന്നും അവൾ പറയുന്നു. ഓഫായി തുടങ്ങിയ ബോക്സിനെ താങ്ങി പിടിച്ചാണ് അവൾ വീട്ടിലേക്ക് കൊണ്ടുപോയത്. വീടിൻ്റെ വാതിൽക്കിടേക്കുള്ള സ്റ്റെപ്പിൽ അവനെ ഇരുത്തിയിട്ട് മയക്കം പിടിച്ച് തൂങ്ങിയ അവൻ്റെ നെറ്റിയിൽ വാത്സല്യത്തോടെ തല്ലോടി നെറ്റിയിൽ ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഇത്ര സുന്ദരനായ നീ ആരുടെ മകനാണ് എന്ന് എനിക്ക് അത്ഭുതം തോന്നുകയാണ് എന്നൊക്കെ റൊമാൻറ്റിക്കായി ഡയലോഗ് അടിച്ചാണ് സോജിയും. പെട്ടെന്നാണ് തൊട്ടുപുറകിൽ നിന്ന് അവൻ എൻ്റെ മകനാണ് എന്ന് പറയുന്നത് കേട്ടവൾ ഞെട്ടി തിരിയുന്നത്. ബോക്സുവിൻ്റെ അമ്മ പുറകിൽ നിൽക്കുന്നത് കണ്ട് അവൾ വീണ്ടും ഞെട്ടുന്നു. കുടിച്ച കള്ളു മുഴുവൻ ആവിയായെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അമ്മ അവളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ബോക്സു അപ്പോഴേക്കും ഉറക്കം പിടിക്കുന്നു. ഇൻഹോയും അവൻ്റെ അമ്മയും ബോക്സുവിൻ്റെ അമ്മയും ഒരുമിച്ചിരുന്ന് അവളോട് സംസാരിക്കുന്നു. ഇൻഹോയുടെ കാര്യത്തിൽ സഹായിച്ചതിന് അമ്മ അവൾക്ക് നന്ദി പറയുന്നു. ഏത് സ്പോർട്സാണ് ടീച്ചർ കളിക്കുന്നത്? ആ പിടുത്തം ഭയങ്കര സ്ട്രോങ് ആയിരുന്നല്ലോ എന്ന് ചേച്ചി ചോദിക്കുന്നത് കേട്ട് അമ്മ അവൾക്ക് ടർണം കൊടുക്കുന്നു. ടീച്ചറിനെ എനിക്കിപ്പോൾ ഇനി ആൻറ്റിയെന്ന് വിളിക്കാമോ? എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് ഇൻഹോ പറഞ്ഞപ്പോൾ അവൻ്റെ അമ്മ അവൻ്റെ തലക്കിട്ട് മരണം കൊടുക്കുന്നുണ്ട്. ആൻറ്റിയാണെന്ന് നിന്നോട് ആര് പറഞ്ഞു എന്ന് ഇൻഹോയോട് ചോദിച്ചിട്ട് തിരിഞ്ഞ് സോജിയോങ്ങിനോടായി നിൻ്റെ സ്റ്റാറ്റസിലുള്ള ഒരാൾ ഞങ്ങൾക്ക് ഭയങ്കര പ്രഷറായിരിക്കും എന്നവർ പറയുന്നു. എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് സോജിയോങ് ചോദിച്ചപ്പോൾ നീ ഒരു ടീച്ചറല്ലേ, ഇത് ഭയങ്കര പ്രഷറായിരിക്കും. അമ്മയ്ക്കും അങ്ങനെ തോന്നുന്നില്ല എന്നവൾ അമ്മയോട് ചോദിക്കുന്നു. ഞാൻ ഇതിനെതിരാണ് എന്നും പറയുന്നു. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് ഇൻഹോ സോജിയോങ്ങിനെ നോക്കി പറയുന്നു. നിങ്ങൾ രണ്ടുപേരും എന്നെ ശല്യപ്പെടുത്താതെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കി എന്ന അമ്മ അവളോട് പറഞ്ഞപ്പോൾ എനിക്കും പലത് ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞ് ചേച്ചി സോജിയോങ്ങിനോട് 9 വർഷങ്ങൾക്ക് മുമ്പും നിങ്ങൾക്കിടയിൽ എന്തോ ഉണ്ടായിരുന്നില്ല എന്ന് ചോദിക്കുന്നു. അപ്പോഴേക്കും അമ്മ ഇടയ്ക്കേറി ബോക്സു നിൻ്റെ മകനല്ല, എൻ്റെ മകനാണ്. എൻ്റെ മകൻ്റെ കാര്യത്തിൽ വെറുതെ ഇടപെടാതെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കുക എന്ന് വീണ്ടും മകളോട് പറയുന്നു. ഇനി നിന്നാൽ സംഗതി കൂടുതൽ കുളമാകുമെന്ന് തോന്നിയാൽ ഇപ്പോൾ തന്നെ സമയം ഒത്തിരിയായി, ഞാൻ പോകുന്നതാണ് നല്ലത്. നാളെ സ്കൂളിൽ വെച്ച് കാണാം മിൻഹോ എന്ന് പറഞ്ഞ് സോജിയോങ് തടി തപ്പാൻ നോക്കിയപ്പോൾ ഇന്ന് ഇത്രയും ഉരുട്ടിയില്ലേ, ഇന്നിനി പോവണ്ട, ഇവിടെ കിടന്നുറങ്ങാം, ബസ് സർവീസൊക്കെ കഴിഞ്ഞ് കാണും, തനിച്ചു പോകുന്ന അപകടമാണ് എന്ന് അമ്മ പറയുന്നു. അവളുടെ കാര്യത്തിൽ അമ്മ അപകടം പറ്റുമെന്ന് പേടിക്കേണ്ട ഒരാവശ്യമില്ല, അവൾക്കൊരു പശുവിനെ വേണമെങ്കിലും വെറും ഒരു കൈ കൊണ്ട് കൊല്ലാനുള്ള കരുത്തുണ്ട് എന്ന് ചേച്ചി ചിരിയോടെ പറയുന്നു. അമ്മ അവളെ ശാസിക്കുന്ന വിധത്തിൽ നോക്കുന്നു. ഇൻഹോ ചാടി എണീറ്റ് സോജിയോങ്ങിൻ്റെ അടുത്ത് നിന്നിട്ട് ടീച്ചറിൻ്റെ ആൻറ്റി ആയത് ആഘോഷിക്കാൻ നമുക്കൊരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് സെൽഫി എടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും ചേച്ചി അവനെ പിടിച്ച് വലിച്ചുകൊണ്ട് പോകാൻ തുടങ്ങിയിട്ട് സോജിയോങ്ങിനായി മുകളിൽ എൻ്റെ മുറിയുണ്ട്, അവിടെ കിടക്കാമെന്ന് പറഞ്ഞ് ഇൻഹോയെയും കൊണ്ട് അകത്തേക്ക് പോകുന്നു. അമ്മയും അവളും മാത്രമാകുന്നു അവിടെ. രാത്രി കിടക്കാൻ ചെന്നപ്പോൾ അമ്മയുമായി ഉണ്ടായ സംഭാഷണം അവൾ വീണ്ടും ഓർക്കുന്നു. അമ്മയ്ക്ക് എന്നോട് ദേഷ്യമില്ല എന്നവൾ ചോദിച്ചപ്പോൾ ബോക്സു വേദനിച്ച അത്രയും വർഷങ്ങളും അവനേക്കാൾ കൂടുതൽ നീ വേദനിച്ചിട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം. ഞാൻ എന്തിനാണ് നിന്നെ വെറുക്കുന്നത്? എനിക്ക് നിൻ്റെ കാര്യത്തിൽ സങ്കടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ മകൻ്റെ ജീവിതത്തിൽ ഇടപെട്ടതുകൊണ്ട് നിൻ്റെ ജീവിതം കൂടി ദുരിതമായില്ല എന്ന വിഷമം. കുട്ടികൾക്ക് തെറ്റുപറ്റുന്നത് സ്വാഭാവികമാണ്. ആ തെറ്റ് തിരുത്തി അവരെ ശരിയായ വഴി കാണിച്ചു കൊടുക്കാൻ പറ്റാത്തത് മുതിർന്നവരുടെ തെറ്റാണ് എന്നാണ് അമ്മ പറഞ്ഞത്. അമ്മയുടെ വാക്കുകൾ സോജിയോങ്ങിന് വലിയ ആശ്വാസമാണ് നൽകിയത്. കുട്ടികൾക്ക് നല്ല വഴി കാണിച്ചു കൊടുക്കുന്ന ഒരു ടീച്ചറായി മാറണമെന്ന് ആണ് എൻ്റെയും ആഗ്രഹം എന്നവൾ ബെഡിലിരുന്ന് സ്വയം പറയുന്നു. ബോക്സ് രാവിലെ ഉണർന്ന് ഹാളിലെത്തിയപ്പോഴാണ് സോജിയോങ് മറ്റുള്ളവർക്കൊപ്പം അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അവൻ കണ്ടത്. അവൻ്റെ ആ കോലം സോജിയോങ് കാണാതിരിക്കാൻ അമ്മ കൈകൊണ്ട് മറയ്ക്കാൻ ശ്രമം നടത്തിയെങ്കിലും അവൾ അപ്പോഴേക്കും അവനെ കണ്ടിരുന്നു. നീ എന്താ ഇവിടെ എന്നവൻ ചോദിക്കുന്നു. ഇത് നിൻ്റെ പുതിയ ഹെയർ സ്റ്റൈലാണോ, വന്നിരുന്ന് കാപ്പി പിടിക്കാൻ നോക്കടാ എന്ന് ചേച്ചി അവനോട് പറയുന്നു. അവൻ തലമുടിയൊക്കെ ശരിയാക്കി അവർക്കൊപ്പം ചെന്നിരിക്കുന്നു. 2 പേർക്കും നാണവും ചിരിയും ഒക്കെ വരുന്നുണ്ട്. ഇൻഹോ ആൻറ്റി നല്ലതുപോലെ കഴിക്കുമെന്ന് പറഞ്ഞപ്പോൾ സോജിയോങ് അവനെ രൂക്ഷമായി നോക്കുന്നത് കണ്ട് സ്കൂളിൽ വെച്ച് ഞാൻ ആൻറ്റിയെന്ന് വിളിക്കില്ല, ടീച്ചറിനെ വിളിക്കുമെന്ന് അവൻ പറയുന്നു. ഇവൻ ആരും ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, പഠിച്ചില്ലെങ്കിലും അവൻ മിടുക്കനായി ജീവിച്ചോളും എന്ന് ബോക്സ് ചേച്ചിയോട് പറയുന്നു. ഇറച്ചിയെടുത്ത് കഴിക്കുക എന്ന് പറഞ്ഞ അമ്മ ആ പാത്രം സോജിയോങ്ങിൻ്റെ മുന്നിലേക്ക് നീക്കി വയ്ക്കുന്നു. സോജിയോങ് സന്തോഷത്തോടെ അതെടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും ചേച്ചി ആ പാത്രം എടുത്ത് മാറ്റി മറ്റൊരു പാത്രം അവളുടെ മുന്നിലേക്ക് വെച്ച് അത് ഇൻഹോയുടെ മുന്നിലേക്ക് വയ്ക്കുന്നു. ബോക്സ് വീണ്ടും തിരിച്ചെടുത്ത് സോജിയോങ്ങിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഇവൾക്ക് ഇറച്ചി ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയുന്നു. സോജിയോങ് വീണ്ടും ഹാപ്പിയായി എടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും
എൻ്റെ മകനും ഇറച്ചിയാണ് ഇഷ്ടമെന്ന് പറഞ്ഞ് ചേച്ചി വീണ്ടും അതെടുത്ത് മാറ്റുന്നു. അമ്മ അവളെ വഴക്ക് പറയുന്നുണ്ട്. എന്തായാലും വളരെ ഹാപ്പിയായാണ് സോജിയോങ് അവിടെ നിന്ന് പോയത്. അന്ന് സ്കൂളിൽ വെച്ച് ഡിബേറ്റ് മത്സരത്തിൽ പങ്കെടുക്കാനുള്ള കുട്ടികളുടെ പേര് ഇന്ന് തന്നെ സബ്മിറ്റ് ചെയ്യണമെന്ന് വൈസ് പ്രിൻസിപ്പൽ സ്റ്റാഫ് റൂമിൽ അനൗൺസ് ചെയ്യുന്നു. അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ IB ക്ലാസ്സിലെ കുട്ടികൾക്ക് സമ്മാനം കൊടുക്കാൻ ഒരു അവസരം കൂടി ഉണ്ടാക്കുക എന്നത് മാത്രമല്ലേ ഈ മത്സരത്തിൻ്റെ ലക്ഷ്യം. വെറുതെ നമ്മുടെ കുട്ടികളെ ഇതിലേക്ക് വലിച്ചിടിച്ച് നാണം കെടുത്താതെ അവർക്ക് സമ്മാനം നേരിട്ടും കൊടുത്താൽ പോരെ എന്നൊക്കെ പല അഭിപ്രായവും ടീച്ചർമാർ തമ്മിൽ പറയുന്നു. എന്ത് കാര്യത്തിനായാലും അതിൻ്റെതായ ഒരു പ്രൊഡ്യൂസർ ഉണ്ടല്ലോ എന്നും അവർ പറയുന്നുണ്ട്. സോജിയോങ്ങിൻ്റെ ക്ലാസ്സിൽ നിന്ന് ആരായിരിക്കും മത്സരിക്കുന്നതെന്ന് ടീച്ചർമാർ അവരോട് ചോദിക്കുന്നുണ്ട്. അവൾക്കും അതിന് ഉത്തരമൊന്നുമില്ലായിരുന്നു. അവൾ മറുപടി പറയാതെ പൊട്ടന്മാരെ പോലെ ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു. ക്ലാസ്സിലെത്തി മത്സരത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ കൈ ഉയർത്താൻ പറഞ്ഞെങ്കിലും ഒരു പ്രതികരണവും ഉണ്ടായില്ല. നിങ്ങൾ വിജയിച്ചാൽ ക്ലാസ്സിന് മുഴുവൻ പെർഫോമൻസ് അസസ്മെൻറ്റ് മാർക്ക് കിട്ടും എന്നവൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ വൈൽഡ് ഫ്ലവേഴ്സ് ക്ലാസ് ആണെന്ന് ടീച്ചർ മറന്നു. ഞങ്ങൾക്ക് 1 മിനിറ്റ് തികച്ചൊന്നിനെക്കുറിച്ചും പറയാൻ കഴിയാറില്ല. അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് ഡിബേറ്റിൽ മത്സരിക്കുന്നതെന്നൊരു കുട്ടി ചോദിക്കുന്നു. പാർട്ടിസിപ്പേഷൻ കമ്പൽസറിയാണ്. 3 പേർ തയ്യാറായി വന്നേ പറ്റൂ എന്നവൾ പറയുന്നു. യങ്മിൻ കൈ ഉയർത്തി ഞാൻ തയ്യാറാണ് ടീച്ചർ എന്ന് പറയുന്നു. സോജിയോങ് സന്തോഷത്തോടെ ഒക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് സെങ്കു വാതിൽ തുറന്ന് ക്ലാസ്സിലേക്ക് വന്നത്. ഒരാൾ നീ തന്നെ ആയിക്കോട്ടെ, ലേറ്റായി വന്നതിനുള്ള പണിഷ്മെൻ്റ് ആണെന്ന് കരുതിയാൽ മതി എന്നവൾ സെങ്കുവിനോട് പറയുന്നു. അവൻ എന്താണ് കാര്യമെന്ന് പോലും അറിയാതെ അമ്പരം നിൽക്കുമ്പോൾ നിനക്ക് ഡിബേറ്റ് മത്സരത്തിൽ പങ്കെടുക്കണം എന്ന് കുട്ടികൾ അവനോട് പറയുന്നു. അവൻ എതിർപ്പൊന്നും പറയാതെ സീറ്റിലേക്ക് പോകുന്നു. ഇനി ഒരാൾ കൂടി വേണമല്ലോ, അതാരാണെന്ന് അവൾ ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ബോക്സുവിൻ്റെ പേര് ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണെന്ന് യങ്മിൻ പറയുന്നു. എനിക്ക് ഡിബേറ്റിൽ പങ്കെടുക്കാനൊന്നും അറിയില്ല എന്നവൻ പറഞ്ഞപ്പോൾ എന്നെ ക്ലാസ് ബൂത്തിൽ നിന്ന് പുറത്തിറക്കുന്ന സമയത്തൊക്കെ നന്നായി സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നല്ലോ, പിന്നെ എന്താണ് പ്രശ്നമെന്ന് യങ്മിൻ ചോദിക്കുന്നു. സോജിയോങ്ങും അത് സമ്മതിക്കുന്നു. ബോക്സ് തന്നെ മതി, ഇനി മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞവൾ പുറത്തേക്ക് പോകുന്നു. കുട്ടികൾ കൈയടിച്ച് പാസ്സാക്കുന്നുണ്ട്. മിഞ്ചി എന്ന പതിവിലും കൂടുതൽ ഒരുങ്ങിയാണ് ഓഫീസിലെത്തിയത്. ലീജിയാൻ കാണാൻ വേണ്ടി അവൾ ഗമയിൽ മേശപ്പുറത്തേക്ക് ഇരുന്ന് അവനെ വിളിക്കുന്നു. നീ ബ്ലൈൻഡ് ഡേറ്റിന് വല്ലതും പോവുകയാണോ? അതാണ് നല്ലത്. വെറുതെ ബോക്സുവിനെ ഓർത്ത് സമയം കളയാതെ ഇനിയെങ്കിലും ശരിയായ ഒരു റിലേഷൻ തുടങ്ങാൻ ലീജിയോങ് ഉപദേശിക്കുന്നത് കേട്ട് അവളുടെ സകല പ്രതീക്ഷയും അസ്തമിക്കുന്നു. ഞാൻ ബ്ലൈൻഡ് ഡേറ്റിനൊന്നും പോവുകയല്ല, ബോക്സുവിൻ്റെ സ്കൂളിൽ ഇന്നൊരു ഇൻ്റർവ്യൂ ഉണ്ട് എന്നവൾ പറയുന്നു. അതെ, എങ്കിൽ നമുക്ക് അവിടുത്തെ തിരിമറികളെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു വഴിയായി എന്ന് പറഞ്ഞവൻ ഫോണിൽ നോക്കിയിരുന്ന് കളി തുടങ്ങുകയാണ്. മിഞ്ചി അടുത്ത നമ്പർ ഇറക്കി നോക്കുന്നുണ്ട്. ബാഗിൽ നിന്ന് 2 സിനിമ ടിക്കറ്റ് എടുത്ത് കാണിച്ചുകൊണ്ട് എൻ്റെ കയ്യിൽ 2 ഫ്രീ ടിക്കറ്റ് ഉണ്ട്, പക്ഷേ ആർക്കൊപ്പം സിനിമയ്ക്ക് പോകണമെന്നറിയില്ല. ഇൻ്റർവ്യൂ കഴിഞ്ഞ് സിനിമയ്ക്ക് പോയാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഒറ്റയ്ക്ക് സിനിമയ്ക്ക് പോകാൻ എനിക്ക് ഇഷ്ടമല്ല. ഇത് എറിഞ്ഞു കളഞ്ഞാലോ എന്നൊക്കെ അവൾ ആരോടുമില്ലാതെ ഉറക്കെ അവിടുന്ന് പറയുന്നു. നിനക്ക് വേണ്ടെങ്കിൽ അതിങ്ങ് തന്നേക്ക്, ഞാൻ ബോക്സുവിനെയും കൂട്ടി സിനിമയ്ക്ക് പോയിക്കോളാമെന്ന് ലീജിയോങ് പറയുന്നു. മിഞ്ചിക്ക് ആകെ കലി കയറുന്നു. ബോക്സിൻ്റെ കൂടെ നീ എന്തിനാണ് പോകുന്നത്? അവൻ്റെ കൂടെ പോകാൻ സോജിയോങ് ഉണ്ട് എന്ന് പറഞ്ഞവൾ പുറത്തേക്ക് ഇറങ്ങുന്നു. ഇവിടുത്തെ ജോലി മതിയാക്കുന്നതാണ് നല്ലത്. ഇങ്ങനൊരു പട്ടനെ ഇഷ്ടപ്പെടുന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ എന്നൊക്കെ അവൾ പുറത്തുനിന്ന് ദേഷ്യത്തിൽ പറയുന്നു. തൊട്ടടുത്ത നിമിഷം തന്നെ വെളിപാട് വന്നതുപോലെ ഇഷ്ടമോ മിഞ്ചി, നീ സ്വപ്നത്തിൽ നിന്ന് ഉണരുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് മുഖത്ത് 2 അടിയൊക്കെ കൊടുത്തിട്ട് ഇതുപോലെ ഭംഗിയില്ലാത്ത ഒരുത്തനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അതിന് ചികിത്സയൊന്നുമില്ല എന്ന് പറഞ്ഞവൾ പുറത്തേക്ക് നടക്കുന്നു. മിൻഹോ ആയിരുന്നു അവളെ ഇൻ്റർവ്യൂ ചെയ്തത്. എനിക്ക് എക്സലും പവർ പോയിൻറ്റും ഒക്കെ അറിയാം. അച്ഛന് പ്രിൻറ്റിംഗ് ഹൗസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഫോട്ടോഷോട്ട് എടുക്കുന്ന ജോലിയൊക്കെയും എനിക്ക് നന്നായി അറിയാം. പിന്നെ എൻ്റെ കൈകൾക്ക് വളരെ സ്പീഡാണ് എന്ന് പറഞ്ഞവൾ 3 പേപ്പർ കപ്പ് മേശപ്പുറത്ത് വെച്ച് ഒരു ഡൈസും അതിനുള്ളിൽ വെച്ച് വളരെ സ്പീഡിൽ അത് 3 കൂടി തിരിച്ചൊരു അഭ്യാസ പ്രകടനം അവിടെ നടത്തുന്നു. ആ പ്രകടനത്തിൽ മിൻഹോ വീഴുന്നു. അയാൾ ജോലിക്കെടുത്തു എന്ന് മാത്രമല്ല, ചൂതുകളിൽ പാർട്ട്ണറാകാൻ താല്പര്യമുണ്ടോ? നമ്മൾ ഒരുമിച്ച് നിന്നാൽ നമുക്ക് നല്ലൊരു ഭാവി ഉണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ എന്ന് പറഞ്ഞ് അവൾക്കൊരു പാർട്ട്ണറാകാൻ ഒരു ഓഫർ നൽകുന്നു. ക്ലാസ് ടൈമിലും ബോക്സുവിൻ്റെയും സോജിയോങ്ങിൻ്റെയും പ്രേമം തകർത്ത് മുന്നേറുന്നുണ്ട്. ക്ലാസ്സിൽ കുട്ടികളൊക്കെ മിക്ക സമയവും മുറക്കം തൂങ്ങിയിരിക്കുന്നതിനാൽ അവരാരും ശ്രദ്ധിക്കുമെന്ന പേടി വേണ്ട. ഇടയ്ക്ക് ബോക്സു സോജിയോങ്ങിനൊരു ഫ്ലൈയിങ് കിസ് നൽകുന്നുണ്ട്. അവളാകെ അമ്പരക്കുന്നുണ്ടെങ്കിലും ഒപ്പം ചിരിയും വരുന്നുണ്ട്. ക്ലാസ് കഴിഞ്ഞപ്പോൾ അവൾ അവനെ മാറ്റി നിർത്തി. നിനക്ക് വട്ടായോ ക്ലാസ്സിനിടയിൽ ഇങ്ങനെയൊക്കെ കാണിക്കാൻ എന്നവൾ ചോദിക്കുന്നു. ആരും കണ്ടില്ലല്ലോ, പിന്നെ എന്താ എന്നവൻ ചോദിച്ചപ്പോൾ ഇത് ശരിയാവില്ല, നിന്റെ പഠിത്തം കഴിയുന്നതുവരെ നമ്മുടെ ബന്ധം പരിശുദ്ധമായിരിക്കും എന്നവൾ പറയുന്നു. നീ പറയുന്നത് എന്തായാലും ഞാനത് സമ്മതിക്കാം, പരിശുദ്ധമെങ്കിൽ അങ്ങനെ, എനിക്ക് കുഴപ്പമില്ല എന്നവൻ മറുപടി പറഞ്ഞപ്പോൾ ഓക്കെ, അതുവരെ ഞാൻ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്തോളാം എന്നവൾ പറയുന്നു. അത് കേട്ടുകൊണ്ടാണ് വൈസ് പ്രിൻസിപ്പൾ അവിടേക്ക് വന്നത്. ഭിത്തിക്ക് മറുവശത്തായി ബോക്സിൽ നിന്നതിനാൽ സാർ അവനെ കണ്ടില്ല. എന്തു സംരക്ഷിക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്? ആ മുതിർന്ന ചെക്കനെ സംരക്ഷിക്കുന്നത് നിർത്തി ആദ്യം സ്വന്തം ഡെസ്ക് സംരക്ഷിക്കാൻ പഠിക്ക്. എപ്പോൾ വന്നാലും അവിടെ കാലിയായിരിക്കും. എന്തെങ്കിലും സംരക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം ആ ഡെസ്കിലെടുത്ത് പോയിരിക്കാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞ് അവളെ വഴക്ക് പറഞ്ഞു പോകുന്നു. വേഗം പോയിക്കോ എന്ന് ബോക്സ് പറഞ്ഞതിനാൽ അവളോട് ഓടിപ്പോകുന്നുണ്ട്. പരിശുദ്ധമായ പ്രണയം എന്നതുകൊണ്ട് സോജിയോങ് എന്താണ് ഉദ്ദേശിച്ചതെന്ന് വ്യക്തമായി മനസ്സിലാക്കാത്തതിനാൽ ബോക്സ് പിന്നീട് അതിനെക്കുറിച്ച് നെറ്റിൽ തിരയുന്നുണ്ട്. പരസ്പരം ടച്ചിങ് ഒന്നുമില്ലാതെയുള്ള പവിത്രമായ ബന്ധമാണ് അവൾ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായപ്പോൾ അതെങ്ങനെ ശരിയാകും, എനിക്ക് എത്ര വയസ്സുണ്ടെന്നാണ് അവൾ കരുതിയിരിക്കുന്നത് എന്നൊക്കെ പരിസരം മറന്നവൻ വിളിച്ചു പറയുന്നു. അത് കേട്ടുകൊണ്ടാണ് സ്വീപ്പറുടെ ജോലി ചെയ്തുകൊണ്ട് അവിടേക്ക് വരികയായിരുന്ന ലീജിയോങ്
അവൻ്റെ അടുത്തെത്തി അവനെ വിളിച്ചിട്ട്, പ്രതികാരത്തിന് വേണ്ടിയാണ് നീ സ്കൂളിൽ മടങ്ങിയെത്തിയെങ്കിലും ഇവിടെ വന്ന സ്ഥിതിക്ക് നിനക്ക് പഠിത്തത്തിൽ കുറച്ചെങ്കിലും ശ്രദ്ധിച്ചുകൂടെ എന്നവൻ ചോദിക്കുന്നു. നീ ഇത്ര പെട്ടെന്ന് ഇവിടെ എത്തിയോ എന്ന് ബോക്സ് അവനെ കണ്ടി ചോദിക്കുന്നു. നിന്റെ റിക്വസ്റ്റ് നടപ്പിലാക്കാൻ കുറേ കഷ്ടപ്പെടേണ്ടി വരും, സമയം കളയാൻ പറ്റില്ല എന്നവൻ മറുപടി നിൽക്കുന്നു. അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ലീ ജിയോങ്ങിന് മിസ്റ്റർ പാർക്കിൻ്റെ കാൽപെരുമാറ്റം അടുത്ത് വരുന്നത് പോലെ തോന്നി. പതിവ് പോലെ അവൻ 5 മുതൽ 1 വരെ എണ്ണിയപ്പോഴേക്കും സാർ അവിടെ എത്തി രണ്ടുപേരുടെയും ചെവി പിടിച്ചിട്ട് ലീ ജിയോങ്ങിനോട്, നീ എന്താണ് ഇവിടെ, നിന്റെ കമ്പനി പൊളിഞ്ഞു എന്ന് ചോദിക്കുന്നു. പണിയൊന്നുമില്ലാത്തതിനാൽ ആകെ കഷ്ടപ്പാടാണ്, എക്സ്ട്രാ ഒരു ജോലിയും കൂടി അത്യാവശ്യമാണ്, അതുകൊണ്ടാണ് ഇവിടെ എന്നവൻ പറഞ്ഞെങ്കിലും നിങ്ങളുടെ നിൽപ്പ് കണ്ടിട്ട് എന്തോ കള്ളത്തരമുള്ളതുപോലെ തോന്നുന്നുണ്ടല്ലോ, എന്താണ് സംഭവം എന്നൊക്കെ അദ്ദേഹം വീണ്ടും ചോദിക്കുന്നു. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നിടത്തേക്ക് ഒളിച്ചു വന്നത് സാറല്ലേ, സാറിനെയാണ് സംശയിക്കേണ്ടത് എന്ന് പറഞ്ഞ് ബോക്സ് ലീ ജിയോങ്ങിനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ശരിക്കും ഇവന്മാർ എന്തോ പരിപാടികളെ പുറപ്പാടാണല്ലോ എന്ന് സാർ വീണ്ടും പറയുന്നുണ്ട്. യങ്മിൻ ഡിബേറ്റിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ട് ബോക്സുവിനെയും സെങ്വിനെയും പ്രാക്ടീസ് ചെയ്യാനും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും കുറേ ശ്രമിച്ചെങ്കിലും രണ്ടുപേരും ഒരു താല്പര്യമില്ലാതെ ബെഞ്ചിന് മുകളിൽ തലവെച്ച് ഉറക്കം തൂങ്ങിയിരിക്കുകയാണ്. ഡിബേറ്റിൽ എപ്പോഴും ഞാൻ ജയിക്കാറുള്ളതാണ്, അതുകൊണ്ട് എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ അറിയാം. സംസാരിക്കാൻ മാത്രം അറിഞ്ഞാൽ പോരാ, ലോജിക്കുള്ള രീതിയിൽ വേണം സംസാരിക്കാൻ. അതെങ്ങനെയാണ് എന്ന് ഞാൻ പറഞ്ഞു തരാമെന്ന് അവൻ വീണ്ടും വീണ്ടും പറഞ്ഞിട്ടും ഒരു രക്ഷയുമില്ല. ലീ ജിയോങ് ക്ലീൻ ചെയ്യുന്ന കൂട്ടത്തിൽ മിൻഹോയുടെ ഓഫീസിനുള്ളിൽ കയറി ഒരു ചെറിയ പരിശോധന നടത്തുന്നുണ്ട്. വേസ്റ്റ് ബിന്നിൽ കുറേ പേപ്പർ കീറിയിട്ടിരിക്കുന്ന അവൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നു. അതുമെടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് പഴയ ക്ലാസ്മേറ്റായ ടീച്ചർ മായെ അവൻ അവിടെ വെച്ച് കാണുന്നത്. നീ ഞങ്ങൾക്ക് പണ്ട് സ്നാക്സ് വാങ്ങിക്കൊണ്ടുവരാറുണ്ടായിരുന്ന ആ ലൂസറല്ലേ, നീ ഇവിടെ ടീച്ചറായി ജോലിക്ക് കയറിയെന്ന് ഞാൻ കേട്ടിരുന്നു. മിടുക്കൻ, നീ ലൂസറായിരുന്നെങ്കിലും ഇത് നേടിയെടുത്തല്ലോ എന്ന് പറഞ്ഞ് ലീ ജിയോങ് കൂട്ടുകാരൻ്റെ തോളിൽ തട്ടി അഭിനന്ദിക്കുന്നു. ബോക്സുവിൻ്റെ ഫ്രണ്ടായിരുന്ന ലീ ജിയോങ് അല്ലേ, നീയും ഇവിടെ ജോലിക്ക് വന്നോ എന്ന് അവൻ തിരിച്ചു ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവനെ വളയ്ക്കാൻ ആത്മാർത്ഥമായി തീരുമാനിച്ചുറപ്പിച്ച് ഇറങ്ങി തിരിച്ചിരിക്കുന്ന ടീച്ചർ അവിടേക്ക് വന്ന് ലീ ജിയോങ്ങിനോട് വളരെ സീരിയസ് ആയി, നിങ്ങൾ ആരെയാണ് ലൂസർ എന്ന് വിളിച്ചത്? നിങ്ങളെ ഞാൻ എടോ പോടോ എന്നൊക്കെ വിളിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? നിങ്ങളെപ്പോലെ മുതിർന്ന ഒരാൾ മാന്യമായി ജീവിക്കുന്ന ഒരാളെ നോക്കി അയാളുടെ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത പഴയ കാലത്തെ പേര് വിളിച്ച് അപമാനിക്കുന്നത് ശരിയാണോ? ഇദ്ദേഹത്തിൻ്റെ പേര് മാ യോങ് എന്നാണ്, ലൂസർ എന്നല്ല. ടീച്ചർ മാ, മനസ്സിലായോ എന്നവൾ ചോദിക്കുന്നു. അവൻ ആദ്യമായാണ് നമ്മുടെ ടീച്ചർ ഒരു ശല്യമല്ലാന്ന് തോന്നിയത്. തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കാണിച്ച മനസ്സിനെ മാ സന്തോഷത്തോടെ നോക്കുന്നുണ്ട്. ലീ ജിയോങ് ആകെ ചമ്മിയെങ്കിലും അവൻ മായങ്ങിനോട് സോറി പറഞ്ഞിട്ട്, ഞങ്ങൾ ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചതാണ്, അവനെ കണ്ടപ്പോൾ പെട്ടെന്നുള്ള സന്തോഷത്തിൽ ഞാൻ അറിയാതെ വിളിച്ചു പോയതാണ്, സോറി എന്ന് അവളോടായി പറയുന്നു. നിങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണോ? പക്ഷെ കണ്ടാൽ പറയില്ലല്ലോ. ടീച്ചർ മാ നിങ്ങളെക്കാൾ ഒരുപാട് ചെറുപ്പമാണല്ലോ എന്നവൾ ലീ ജിയോങ്ങിനെ നോക്കി പറയുന്നു. അവൻ ഒന്നുകൂടി ചമ്മി പതുക്കെ സ്ഥലം വിടുന്നു. അതുകൂടി ആയപ്പോഴേക്കും നമ്മുടെ മായയുടെ മുഖം ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. ലീ ജിയോങ് ഓഫീസിൽ ചെന്നിരുന്ന് കീറിയ പേപ്പർ മുഴുവൻ വളരെ പണിപ്പെട്ട് തിരിച്ച് പഴയതുപോലെ ഒട്ടിച്ച് റെഡിയാക്കി എടുക്കുന്നു. വേസ്റ്റ് ബിൻ ഇങ്ങനെ ആരെങ്കിലും അരിച്ചു പെറുക്കും എന്നയാൾ തീരെ പ്രതീക്ഷിച്ച് കാണില്ല എന്ന് ലീ ജിയോങ് പറയുന്നുണ്ട്. നീ ശരിക്കും ഞങ്ങളുടെ CEO ആവാൻ യോഗ്യനാണ് എന്ന് പറഞ്ഞ് ബോക്സും അവനെ പുകഴ്ത്തുന്നു. ലീ ജിയോങ് അത് കേട്ട് 2 അടി ഒന്ന് പൊങ്ങി എന്ന് തോന്നുന്നു. എൻട്രൻസ് കോച്ചിങ് നടത്തുന്ന ചില അക്കാഡമികളുമായി ചേർന്ന് സ്കൂൾ നടത്തുന്ന ചില അഴിമതികളെക്കുറിച്ചും അതിനെ സപ്പോർട്ട് ചെയ്ത് പേരൻസ് ഡെപ്പോസിറ്റ് ചെയ്ത തുകയുടെ വിവരങ്ങളുമൊക്കെയുമായിരുന്നു ആ പേപ്പറിലുണ്ടായിരുന്നത്. ബോക്സും ലീ ജിയോങ്ങും കൂടി ആ ലിസ്റ്റിലുണ്ടായിരുന്ന ഒരു അക്കാഡമിയിൽ മറ്റൊരു വേഷത്തിലെത്തുന്നു. അവരുമായുള്ള സംഭാഷണത്തിൽ നിന്ന് സേഹോയുടെ സ്കൂളുമായി അവർക്ക് വളരെ അടുത്ത ബന്ധമുണ്ടെന്നും സ്കൂളിൽ ഡിബേറ്റ് കോൺടെസ്റ്റിൻ്റെ വിഷയം ഓൾറെഡി സ്കൂൾ അധികൃതർ അവർക്ക് നൽകി കഴിഞ്ഞുവെന്നും അവർക്കറിയാൻ കഴിയുന്നു. കയ്യിൽ കരുതിയിരുന്ന ഒരു ഒളിക്യാമറയിലൂടെ അവർ അത് പകർത്തുന്നുമുണ്ടായിരുന്നു. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവർ വിജയികളെ വരെ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണല്ലോ. സ്കൂളിൽ നിന്ന് നേരത്തെ തന്നെ ഇങ്ങനെ ഓരോ പരീക്ഷയുടെയും ചോദ്യങ്ങൾ ഈ അക്കാഡമിക്ക് എത്തിച്ചു കൊടുക്കും. അവിടെ ഉയർന്ന ഫീസ് കൊടുത്ത് പഠിക്കുന്ന കുട്ടികൾക്ക് അവർ ആ ക്വസ്റ്റ്യൻസ് നൽകും. അങ്ങനെയാണ് IB ക്ലാസ്സിലെ കുട്ടികൾ എപ്പോഴും ഇങ്ങനെ മാർക്ക് ലഭിക്കുന്നതെന്ന് ബോക്സുവിനും ലീ ജിയോങ്ങിനും മനസ്സിലാകുന്നു. പേരൻസ് കൂടി അറിഞ്ഞുകൊണ്ടുള്ള ഒരു കളിയാണിത് എന്നും അവർ ഊഹിക്കുന്നു. നീ ഇപ്പോൾ തന്നെ ഈ വിവരം പുറത്തുവിടുന്നുണ്ടോ എന്ന് ലീ ജിയോങ് ചോദിച്ചപ്പോൾ ആദ്യം ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ആരൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. സേഹോയ്ക്കും ഇതിൽ കഴിഞ്ഞിട്ടായിരിക്കാനാണ് സാധ്യത. പണം നൽകിയവർ ആരൊക്കെയാണെന്നും കണ്ടെത്തണം എന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചേമിൻ മറ്റൊരു സ്റ്റുഡൻറ്റിനൊപ്പം ആ അക്കാഡമിയിലേക്ക് കയറി പോകുന്നവർ കാണുന്നു. നീ ഇതിൽ കാണുമെന്ന് എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു എന്ന് ബോക്സ് പറയുന്നു. എന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.